അപ്പോൾ ഇന്ന് ചരിത്രപ്രസിദ്ധമായ ചോറ്റാനിക്കര മകമാണ്. അപ്പം എല്ലാവർക്കും ആശംസകൾ. അത് മാത്രമല്ല, ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേയും കൂടിയാണ്. അമ്മ ചോറ്റാനിക്കര മകത്തിൻ്റെ അന്നാണ് ഉണ്ടായത്. മാർച്ച് 10 ശരിക്കുള്ള ഇംഗ്ലീഷ് കലണ്ടറിലെ ഡേറ്റ്. അപ്പം ഇതാണ് ഞാൻ അമ്മയ്ക്ക് മേടിച്ചു കൊടുത്ത ഒരു ബർത്ത്ഡേ പ്രസൻറ്റ്. ഒരു സാരി, 2 സാരി മേടിച്ചത്. അപ്പം നന്നായിട്ടുണ്ട് സാരി. അപ്പം അമ്മയ്ക്ക് ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അതായത് ചോറ്റാനിക്കര മകമാണ്. അമ്മയുടെ നാള് മകമാണ്. പക്ഷെ ജനിച്ചത് മാർച്ച് 10 പക്ഷെ നമ്മൾ നാളെ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസമാണ്. അപ്പോൾ എല്ലാവരും അമ്മയ്ക്കൊരു ഹാപ്പി ബർത്ത്ഡേ ഒന്ന് വിഷ് ചെയ്തേക്കണം. ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും, എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യും, നോക്കട്ടെ. അപ്പം ഞാനിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് പണ്ടത്തെ നൊസ്റ്റാൾജിക്ക് ഓർമ്മയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് അടുക്കളയിലേക്ക് പോകാം അല്ലേ? ഓക്കെ. ഇന്ന് ഉപ്പ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടാണ്. എന്നാന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് മെയ്സ്. ഇത് ഞാൻ ഇവിടുന്ന് ലക്ഷ്മി സ്റ്റോഴ്സ് ചെയ്ത് മേടിച്ചാണ്. ഞാൻ അന്ന് നിങ്ങളെ കാണിച്ചാണ് മെയ്സ് മില്ലറ്റ് റവ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ മെയ്സ് ഇങ്ങനെ പാവപ്പെട്ടവർക്കൊക്കെ അവിടുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഭയങ്കര രുചിയാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമുക്കിത് ആ പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിക്ക് ഓർമ്മ കിട്ടാനായിട്ട് ഞാനിത് ഉണ്ടാക്കുവാണ്. അപ്പം ഇത് മില്ലറ്റ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, മില്ലറ്റ്സ് ആണ് ഹെൽത്തി. പച്ചരിയുടെ പ്രോഡക്ട്സിനേക്കാളും റവയേക്കാളും ഒക്കെ. അപ്പം ഇതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിക്കാം. അപ്പം ഞാൻ അതിനുവേണ്ടി കുറച്ച് പച്ചക്കറിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് ഇഞ്ചിയുണ്ട്, കുറച്ച് കരിയാപ്പില, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ ഡ്രൈ റെഡ് ചില്ലി നമുക്ക് ഇടാം. ഓക്കെ. പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറികൾ, അതായത് കുറച്ച് കോളിഫ്ലവർ, ക്യാരറ്റ്, എന്താ പറയുക, പീസ്, പിന്നെ നമ്മുടെ എന്താ പറയുക ബ്രോക്കോളിയൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇടും. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കണേ. സാധനം കൊണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഇത് കുറച്ച് ഉഴുന്നുപരിപ്പാണ് കേട്ടോ, ഉഴുന്നുപരിപ്പ്. പിന്നെ ഇത് കുറച്ച് നമ്മുടെ സാമ്പാർ പരിപ്പ്, പിന്നെ ഞാൻ കുറച്ച് അസഫോറ്റിയുടെ പൗഡർ, പിന്നെ നമ്മുടെ ഡ്രൈ റെഡ് ചില്ലി, പിന്നെ നമ്മുടെ കബോർഡിൻ്റെ അകത്തുനിന്ന് നമ്മുടെ എന്താ പറയുക കുറച്ച് നമുക്ക് കടുക് വേണം. അപ്പോൾ കടുകും കൂടെ എടുക്കാം. അപ്പോൾ ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാക്കട്ടെ. അപ്പം നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഒരു ഓർമ്മ നമ്മുടെ ചീനിച്ചട്ടിയും നമ്മുടെ ചട്ടുകവും ഒക്കെയാണല്ലോ. അത് കാരണമാണ് ഞാൻ എപ്പോഴും ചീനിച്ചട്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് അമൂലിൻ്റെ ഗീ ആണ്, നല്ല പ്യുവർ ഗീ ആണേ. എപ്പോഴും എണ്ണയാണേലും ഗീ ആണെങ്കിലും പാത്രം ചൂടായി കഴിഞ്ഞിട്ടേ അത് ഒഴിക്കാവുള്ളൂ. അപ്പം എൻ്റെ ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായി. ഒത്തിരി ചൂടാവില്ല, കാരണം അതിന് തിന്നാണ്. അത് കാരണം ഫയർ റിസ്ക് ഉണ്ട്. ഞാനിത് എപ്പോഴും പറയുന്നത്, നമ്മൾ കുക്കിംഗ് ആകുമ്പോൾ ഒത്തിരി അപകടം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഗീ ഒഴിക്കുക. നമ്മൾ 1 ടീസ്പൂൺ ഗീ ഒരു ദിവസം കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷേ കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ കുറച്ച് ഉപയോഗിക്കുക, വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഗീ ഒഴിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഗീ ഒഴിച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഗീ അവിടെ ഉരുകി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇടാം. അപ്പം ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഉപ്പുമാവിൽ എപ്പോഴും ഇടുന്ന പോലെ തന്നെ എന്താ പറയുക, മസ്റ്റാർഡ് സീഡ്സാണ് ഇടുന്നത്. അതൊരു 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഗീ ആയതുകൊണ്ട് ചിലപ്പോൾ അത് പൊട്ടാനൊക്കെ കുറച്ച് താമസം എടുക്കും. അപ്പം ഞാൻ അതിൻ്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങളും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഉഴുന്നുപരിപ്പ്, ഉറുദ് ദാൽ, അത് ഞാനൊരു 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉറുദ് ദാൽ ഉപ്പുമാവിലും ഒക്കെ ഇട്ട് കടിക്കാൻ കിട്ടുന്നത്, അതുകൊണ്ടാണ്. പക്ഷേ ഇതൊക്കെ കരിയാതെ നോക്കണം, അല്ലെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റാവും. പിന്നെ നമ്മുടെ സാമ്പാർ പരിപ്പ്, അതായത് തൂർ ദാൽ, അതും ഒരു 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടൊന്ന് പൊട്ടട്ടെ. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനാണെങ്കിൽ ഒരു റെഡ് ചില്ലി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത്രയും ഇടാം. പക്ഷേ ഞാൻ അതിൽ കൂടുതലിടുന്നില്ല, എനിക്ക് ഒത്തിരി എരിവൊന്നും ഇഷ്ടമില്ല. അപ്പം അതൊന്ന് ചൂടായി പൊട്ടി വരട്ടെ. അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നപ്പോഴത്തേനും നമ്മളിവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറികളുണ്ടല്ലോ, അതായത് നമ്മുടെ കരിയാപ്പില,
പിന്നെ നമ്മുടെ സബോള, പിന്നെ ഞാൻ 2-3 ചുമന്നുള്ളി അരിയുന്നില്ല, മുഴുവനായിട്ട് അങ്ങോട്ട് ഇടുവാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ്. പിന്നെ കുറച്ച് ഇഞ്ചി, അതെല്ലാം, പിന്നെ പച്ചമുളക് 2 പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്, 2 പച്ചമുളക്. അപ്പോൾ സബോള ഒരു ഹാഫ് സബോളയാണ്, മുഴുത്ത സബോളയായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കുവാണേ. അപ്പം അത് എല്ലാം കൂടെ കൂടി ഒന്ന് പെട്ടെന്ന് വേകാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. അപ്പം അത് കറക്റ്റായിരുന്നു കേട്ടോ അതിന്. ഞാനത് എനിക്ക് പിന്നെ ഉപ്പൊന്നും ഇടേണ്ടി വന്നിട്ടില്ല. അപ്പം ഇത് ഈ ക്വിക്ക് പ്രോസസ് ഓഫ് കുക്കിങ്ങിന് സോൾട്ട് നന്നായിട്ട് സഹായിക്കും. അപ്പം ബ്ലഡ് പ്രഷറുള്ളവർ, ഞാൻ പിന്നെ ഓർമ്മിപ്പിക്കുന്നതാണ്, ബ്ലഡ് പ്രഷറുള്ളവർ ഉപ്പ് കുറച്ച് ഉപയോഗിക്കാവുള്ളൂ. അപ്പം നിങ്ങൾ ഉപ്പ് ഇടാതെ കഴിക്കുന്നതിന് ഒരു ടേസ്റ്റും ഇല്ല, അതെനിക്കറിയാം. പക്ഷേ കഴിയുന്നിടത്തോളം ഒത്തിരി സോൾട്ടി ആയിട്ടുള്ള ഫുഡ് കഴിക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും ഞാൻ നമ്മുടെ പച്ചക്കറികൾ, ഞാൻ ഫ്രോസൺ പച്ചക്കറികൾ കാണിച്ചായിരുന്നല്ലോ, അതൊരുമാതിരി സ്റ്റൂ അല്ലെങ്കിൽ സൂപ്പിനുള്ള രീതിയിലാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ കാസറോളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ. അപ്പം ഞാൻ അതിനെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് കനം കുറച്ചൊന്ന് അരിഞ്ഞു. പക്ഷേ ഇടയ്ക്ക് 1-2 ഞാൻ കാണാത്തത് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തുള്ളത് ക്യാരറ്റും കോളിഫ്ലവറും ബ്രോക്കോളിയും പീസുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളിടാം. അപ്പോൾ ഇതിങ്ങനെ പാക്കറ്റായി ഇരിക്കുന്നതുകൊണ്ട് ഞാനത് അങ്ങിട്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്യാരറ്റും പീസും ബീൻസും ആണേലും മതി. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എന്ത് പച്ചക്കറിയാണോ ഇഷ്ടം ആ പച്ചക്കറികളിടാം. അപ്പം ഇത് നമുക്ക് എന്താ പറയുക, നമുക്ക് പച്ചക്കറിയായി എന്താ പറയുക, നമുക്ക് ക്യാഷ്നട്ടും ഇടാം കേട്ടോ, ഞാൻ ഇട്ടില്ല. നമുക്ക് എന്താ പറയുക, ലെൻറ്റിലിന് അതുമായി, ഗീ ആയി, അപ്പോൾ എല്ലാ ഒരു കുറേ കണ്ടൻസ് എല്ലാം കൂടെ ആണെങ്കിൽ അത് മില്ലറ്റ്സുമായി ഇപ്പം ആയതുകൊണ്ട് നല്ലൊരു ഫുഡായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടത് അസഫോറ്റിഡ പൗഡറാണ്, അതായത് കായപ്പൊടി. അപ്പം ആ പാക്കറ്റിൻ്റെ അതിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കായപ്പൊടി ഇടാൻ, അത് കാരണമാണ് കേട്ടോ ഞാൻ കായപ്പൊടി ഇട്ടത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എപ്പോഴും ഇടുന്ന പോലെ തന്നെ ഒരു പിഞ്ച് ഓഫ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു, കാരണം പച്ചക്കറിയൊക്കെ ഇട്ട് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ മുകളിലേക്ക് അതൊന്ന് വഴന്നു വന്നപ്പോഴത്തേനും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. നമുക്ക് ഏകദേശം ഒരു 2 കപ്പോളം വെള്ളമുണ്ട്. അപ്പോൾ വെള്ളം തിളയ്ക്ക് നിങ്ങൾക്ക് കാണാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ റവ ഇടുന്നത് കേട്ടോ. എൻ്റേത് വറുക്കേണ്ട ആവശ്യമില്ല, വറുക്കണ്ടാത്ത പച്ചയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തിട്ടിടാം, അത് കൂടുതൽ ടേസ്റ്റ് വരും. അപ്പം നമുക്കൊരു 2 പ്രോസസ്സാണ്. ഇളക്കുകയും ചെയ്യണം അത് ഇങ്ങനെ റവ ഇടുമ്പോഴത്തേനും, അല്ലെങ്കിൽ അത് കട്ടയായി പോവും. അപ്പോൾ പിന്നെ ഒട്ടും ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പം ഈ പ്രോസസ്സ് ഒരേ സമയം തന്നെ നടക്കണം. എന്നിട്ട് നമ്മുടെ ആ വെള്ളത്തിൻ്റെ നമുക്കറിയാമല്ലോ ഇതൊക്കെ ഒരു മനക്കണക്കാണ്. അപ്പം നമ്മളിങ്ങനെ ഇട്ടിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഈ വെള്ളത്തിനുള്ള ഇനഫ് റവയായി എന്ന് നമുക്കൊരു തോന്നുമല്ലോ. അപ്പോഴത്തേനും ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഞാനങ്ങനെ മെഷറൊന്നും ചെയ്തില്ല. ഇനി ആ പാക്കറ്റിനുണ്ടായിരുന്ന 3/4 പാക്കറ്റ് ഞാൻ ഉപയോഗിച്ചു കേട്ടോ. അത് എത്രയാണ് ആ പാക്കറ്റെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഇത് ഏകദേശം നന്നായിട്ടൊന്നൊരു തിക്ക് കൺസിസ്റ്റൻസി പോലെയായി. ഇനി ഞാനൊരു അടച്ചു വെച്ച് ഒരു കുറച്ച് സമയം ഒന്ന് വേവിക്കും. ഒത്തിരി വേവേണ്ട ആവശ്യമില്ല. അപ്പോഴത്തേനും അടിക്ക് പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പം എല്ലാം ഒന്ന് മിക്സ് ആയിട്ട് കേട്ടോ. അപ്പം ഞാൻ ഉപ്പൊന്ന് നോക്കുവാണ്. അപ്പോൾ ഉപ്പ് കറക്റ്റാണ്. ഉപ്പ് ഞാൻ പിന്നെ ഇടേണ്ട ആവശ്യമേ എനിക്ക് വന്നില്ല. അപ്പം ഇത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി നമുക്ക് തട്ടിപ്പൊത്തി വെച്ച് അടച്ചു വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ്സ് വേവിക്കാം. അത് മതി. പക്ഷേ ഇടയ്ക്കൊന്ന് നോക്കണം കരിയാതെ കേട്ടോ. ഞാൻ സിമ്മാക്കി കേട്ടോ തീ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അത് കഴിയുമ്പോഴത്തേനും നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായെന്ന്. അപ്പം നന്നായിട്ട് ഇത് കുക്കായിട്ടുണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പം ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സാധനം ഇടുവാണ്. അതായത് ഇത് മല്ലിയിലയാണ്, എൻ്റെ ഫ്രീസറിൽ ഇരിക്കുന്ന മല്ലിയിലയാണ്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഇച്ചിരി വെള്ളം കൊണ്ടൊന്ന് കഴുകുമ്പോഴത്തേനും ഇതിങ്ങനെ ഒരു പരുവത്തിനാകും. നിങ്ങളുടെ ഫ്രഷ് കൊറിയാണ്ടർ ലീവ്സ് ഉണ്ടെങ്കിൽ, അതായത് മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്കിടാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു കുറച്ച് നാരങ്ങാനീര് ഒഴിക്കുവാണ്. അപ്പോൾ ഈ നാരങ്ങയിൽ നിന്ന് കുരു വരുന്നുണ്ട്, അതോട്ടോ ഞാൻ പിറക്കി മാറ്റുന്നത്. അപ്പം അതൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതിന്. അപ്പം ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല, അത് ഈ പാക്കറ്റിൻ്റെ ഇൻസ്ട്രക്ഷനാണ്. കുറച്ച് ഞാൻ എൻ്റെ കയ്യിൽ നിന്നും കൂടെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഒരു രീതിക്ക് നമ്മളെന്തും നമ്മുടേതായ ഒരു ഇമ്പ്രവൈസേഷൻ എപ്പോഴും വരുത്തണമല്ലോ. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമ്മളൊരാൾ പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഒരാൾ ചെയ്തു തരുന്നത് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം ഒരു പ്രാവശ്യം. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഇമ്പ്രവൈസേഷനൊക്കെ വരുത്തണം, എന്നാലേ അത് നമ്മുടേതായ ഒരു കുക്കിംഗ് എന്നുള്ളതാകത്തുള്ളൂ. അപ്പം ഞാൻ ലൈം ജ്യൂസും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക.
ത്തിനും ആ ലൈം ജ്യൂസും ആ മല്ലിയിലയുടെ ടേസ്റ്റും എല്ലാം കൂടെ ഉപ്പുമാവിൽ നന്നായിട്ട് അങ്ങോട്ട് സ്പ്രെഡാവും. പിന്നെ ആ മല്ലിയില ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റീമിൽ കഴിഞ്ഞിട്ടൊന്ന് വേവുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റാകും. അതിൻ്റെ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊറിയാണ്ടറിൻ്റെ സ്മെല്ല്. അപ്പം നമുക്ക് പറ്റുമ്പോഴൊക്കെ ഗ്രോ ഒക്കെ ചെയ്യും. നാട്ടിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഗ്രോ ചെയ്യാം. പക്ഷേ ഇവിടെ തണുപ്പ് വരുമ്പോഴത്തേനും ചില സമയത്ത് അത് ഗ്രോ ആകത്തില്ല. അപ്പം നമുക്ക് ഒന്നും കൂടി ഞാനൊരു കുറച്ച് നേരം കൂടെ ഒന്ന് ഇതിൻ്റെ വെള്ളം മൊത്തം ഒന്ന് വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇത് നമ്മുടെ ഫൈനൽ ഇളക്കി വെപ്പാണേ. സെർവ് ചെയ്യാമെന്ന് വിചാരിക്കണം. ഇത് മതി, ഒത്തിരി നമുക്കിതാവണ്ട. അപ്പം ഞാൻ ഒന്ന് എടുക്കട്ടെ. റെഡിയായി. നമുക്കിത് എന്താ പറയുക, സൂപ്പറായിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായിട്ട് ഇത് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ട, നമുക്കത് അടച്ച് വെക്കാം. അപ്പം ഞാനിവിടെ ഒരു പ്ലേറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, കഴിച്ച് നോക്കാം അല്ലേ. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ മെയ്സ് ഉപ്പുമാവ് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പച്ചക്കറിയും എല്ലാം ഉള്ളതുകൊണ്ട് വിഭവസമൃദ്ധമാണ്. ക്യാരറ്റും പീസും കോളിഫ്ലവറും ബ്രോക്കോളിയും എല്ലാം ഉള്ളതുകൊണ്ട് ഭയങ്കര ഹെൽത്തിയാണ്. പിന്നെ മില്ലറ്റ്സ് ആയതുകൊണ്ട് അതിനേക്കാളും ഹെൽത്തിയാണ്. പിന്നെ ഗീ നമ്മൾ എല്ലാ ദിവസവും ഒരു ടീസ്പൂണൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അതിനകത്ത് തൂർദാലുണ്ട്, മല്ലിയിലയുണ്ട്, കൊറിയാണ്ടർ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഇഞ്ചി ഉള്ളത് കൊണ്ട് ഗ്യാസ്ട്രിക്കിൻ്റെ പ്രോബ്ലം അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കട്ടെ. സൂപ്പർ കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ മില്ലറ്റ്സിലേക്ക് മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ മറക്കാതെ എൻ്റെ അമ്മയ്ക്ക് ഒരു ബർത്ത്ഡേ വിഷസ് നിങ്ങൾ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പം കാണട്ടെ ഞങ്ങളോട് സ്നേഹമുള്ള എത്ര പേരുണ്ട് എന്ന്. ഓക്കെ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.